Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ നമ്മുടെ ഹീറോ ആയിരിക്കും കാണിക്കുക. അവനാണെങ്കിൽ ക്രിസ്റ്റൽസുകളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്തങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ മുൻപിലേക്ക് ഇപ്പൊ ഹിസ്റ്റോറിയ അവൾ കടന്നു വരും. അവളെ കാണുമ്പോൾ ഹീറോയ്ക്കാണെങ്കിൽ ഒരുപാട് ആശ്വാസം. വാവ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ ഓക്കെയാണ്. ഹിസ്റ്റോറിയ ആണെങ്കിൽ ഇപ്പൊ അവനോട് പറയും, എറിൻ, നമ്മൾ കരുതിയതുപോലെ എന്റെ അച്ഛൻ വലിയ തെറ്റുകാരനൊന്നും അല്ല. സത്യത്തിൽ സർവേ കോപ്സിനെയും മാസ്റ്റർ നിക്കിനെയും ആക്രമിച്ചത് എന്റെ അച്ഛൻ തന്നെയാണ്. പക്ഷേ അതൊരു തെറ്റല്ല, മറിച്ച് ഇവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാനാണ് അദ്ദേഹം അപ്രകാരം അത് ചെയ്തത്. ഉടനെ ലോർഡ് റൈസ് ആണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അദ്ദേഹത്തെ കാണുമ്പോഴായിരിക്കും ഹീറോയ്ക്ക് അവസാനത്തെ ആ സീൻ ഓർമ്മ വരിക. അവസാനമായിട്ട് അവൻ കണ്ട കാഴ്ച അത് ലോർഡ് റൈസും ഹിസ്റ്റോറിയയും അവർ രണ്ടുപേരും ഹഗ് ചെയ്ത് നിൽക്കുന്ന ആ സീനാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ടുണ്ടാവും എന്റെ ഫ്രണ്ട് ആർമിനും അതുപോലെ തന്നെ മിക്കാസയ്ക്കും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എനിക്കൊന്നും അറിയില്ല. ആണെങ്കിൽ ഇപ്പൊ ആ സ്ഥലം മുഴുവനും നോക്കും. ഇവിടെ ഞാൻ മുൻപ് വന്നിട്ടുണ്ടോ? എനിക്ക് ഈ സ്ഥലം ഒരുപാട് പരിചയമുള്ള പോലെ തോന്നുന്നു. അത് കേട്ട് റൈസ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, നീ മുൻപ് ഇവിടെ വന്നിട്ടില്ല, പക്ഷെ നിനക്ക് മുൻപ് ഇവിടെ വന്നതുപോലെയും ഈ സ്ഥലം കണ്ടതുപോലെയും തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ തെറ്റു പറയില്ല എന്ന് പറയും. അത് കേട്ട് ഹിസ്റ്റോറിയ ആണെങ്കിൽ അവളുടെ അച്ഛനോട് നടന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഹീറോയോട് പറയാനായിട്ട് പറയും. റൈസ് ആണെങ്കിൽ ഹിസ്റ്റോറിയ ആയിട്ട് അവന്റെ തൊട്ടടുത്തേക്ക് എത്തും. നമ്മളത് പറയുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഇവൻ ഓർത്തെടുക്കണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവന്റെ മുതുകിൽ കൈവെക്കുകയാണ്. അടുത്ത നിമിഷം മനസ്സിലേക്ക് ചില വിഷ്വൽസ് വരികയാണ്. ഒരു ലേഡി അവളുടെ കൈ കടിച്ചു മുറിക്കുന്നതും ഒരു ചാപ്പൽ കത്തി എരിയുന്നതും ഇഞ്ചക്ഷനുമായിട്ട് ഹീറോയ്ക്ക് നേരെ ആരോ ചാടി വീഴുന്നതും അങ്ങനെ ഒരുപാട് മെമ്മറീസ് അവന്റെ മെമ്മറിയിലേക്ക് വരും. കുത്തിവെച്ച മാത്രയിൽ തന്നെ ഒരു ടൈറ്റനായി മാറി അവന്റെ അച്ഛനെ ആ ഒരു ടൈറ്റൻ വിഴുങ്ങുകയാണ്. അത് കണ്ട് അവൻ ഉച്ചത്തിൽ നിലവിളിക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. റൈസ് ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, ഇപ്പൊ മനസ്സിലായോ അച്ഛൻ കാട്ടിക്കൂട്ടിയതും ചെയ്തു വെച്ചതുമായ കാര്യങ്ങളെല്ലാം? അത് കേട്ട് അവൻ ഞെട്ടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഹിസ്റ്റോറിയെ എഴുതാനും വായിക്കാനും ഒരു പെൺകുട്ടി പഠിപ്പിക്കുകയാണ്. പെൺകുട്ടിയാണെങ്കിൽ ബുക്കിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ ഇപ്പൊ ഹിസ്റ്റോറിയെ കാണിച്ചു കൊടുക്കും. ഇതാരാണെന്ന് നിനക്കറിയോ? അതിന് ഹിസ്റ്റോറിയ പറയും, ഇത് ക്രിസ്റ്റയല്ലേ. അതിനെ പെൺകുട്ടി പറയും, അതെ, ഈ പെൺകുട്ടി വളരെയധികം ശാലിയും മറ്റുള്ളവരോട് സ്നേഹമൊക്കെയുള്ള ഒരു പെൺകുട്ടിയാണ്. ഇതുപോലെ തന്നെ ആയിരിക്കണം നിന്റെ സ്വഭാവവും നീ വളർത്തിയെടുക്കാൻ. അത് കേട്ട് ഹിസ്റ്റോറിയ ആണെങ്കിൽ ആ ചേച്ചിയോട് പറയും, എനിക്കും ചേച്ചിയെ പോലെ ആവണം. ചേച്ചിയുടെ സ്വഭാവവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സോ ചേച്ചിയെ മാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതായി കഴിയുമ്പോൾ എനിക്ക് ചേച്ചിയെ പോലെ ആവാൻ കഴിയുമെന്ന് ഹിസ്റ്റോറിയ ആണെങ്കിൽ ആ ചേച്ചിയോട് ചോദിക്കും. അതിനാ ചേച്ചി പറയും, തീർച്ചയായിട്ടും നിനക്കതിന് കഴിയും. ഇനി നമ്മൾ കാണുന്നത് വരെ നീ എന്നെ ഓർക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചേച്ചിയാണെങ്കിൽ അവളുടെ നെറ്റിയിൽ ഇടിക്കുകയാണ്. അടുത്ത നിമിഷം നടന്നതല്ല അവൾ മറന്നുപോകും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റിൽ എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വന്നു. ആ ചേച്ചി അവൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്തത്, അതോടൊപ്പം കളിച്ചത്, കൂടെ നടന്നത്, അങ്ങനെ എല്ലാം അവൾക്ക് ഓർമ്മ വരും. ഞാൻ കരുതിയതുപോലെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എന്നോടൊപ്പം എന്തിനും ആ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ ഞാൻ ആ കാര്യം മറന്നുപോയി? റൈസ് ആണെങ്കിൽ അവളോട് ചോദിക്കും, ഓ, നീ ഫ്രീഡയെ കണ്ടിരുന്നോ? അത് കിട്ടി അവൾക്കൊന്നും മനസ്സിലാവില്ല. നീണ്ട കറുത്ത മുടിയുള്ള ആ സുന്ദരി അത് മറ്റാരുമല്ല, നിന്റെ ചേച്ചിയാണ്. നിനക്കൊരു കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കാനും അതോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും നിന്നെ സംരക്ഷിക്കാനുമാണ് ഇടയ്ക്കിടയ്ക്ക് അവൾ നിന്റെ അടുത്തേക്ക് വന്നു നിന്റെ മെമ്മറി മറച്ച് അവിടുന്ന് കടന്നു പോയതു. അത് കേട്ട് അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. എന്റെ ചേച്ചി അവരിപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ? അവരെവിടെയാണ്? ഉടനെ റൈസ് ആണെങ്കിൽ തല താഴ്ത്തി അവളോട് പറയും, സത്യത്തിൽ അവളല്ലാതെ ബാക്കി 4 മക്കൾ കൂടെ എനിക്കുണ്ടായിരുന്നു. നിന്നെ ഒഴിച്ച് എന്റെ ഭാര്യയെയും മക്കളെയും എല്ലാവരെയും ഇവന്റെ അച്ഛൻ ഡോക്ടർ ഈഗർ അവൻ കൊന്നുകളഞ്ഞു. അവന്റെ ഉള്ളിൽ ആ ടൈറ്റൻ ശക്തി ഉണ്ടായിരുന്നു. റൈസിന്റെ ശക്തി അത് എടുക്കാനായിട്ടാണ് അവൻ അപ്രകാരം ചെയ്തത്. അത് കേട്ടിവിടെ നമ്മുടെ ഹീറോയും ഹിസ്റ്റോറിയും ഒരുപോലെ ഷോക്കാവും. ലേഡിയുടെ ടൈറ്റൻ ശക്തി അത് വളരെയധികം കൂടുതലായിരുന്നു. പക്ഷേ അവൾക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. ആ ഡോക്ടറിന്റെ കണ്ണ് അവളുടെ ആ ഒരു ശക്തിയിൽ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ആ ടൈറ്റൻ ശക്തി അത് യൂസ് ചെയ്യാൻ അറിയാത്ത ഫെയ്ഡയെ അവൻ കീഴ്പ്പെടുത്തി. അതിനുശേഷം അവൾ ആക്രമിച്ച് അവളെ ഭക്ഷിച്ചുകൊണ്ട് അവളുടെ പവർ എല്ലാം തന്നെ ആ ഡോക്ടർ സ്വന്തമാക്കി. ആ ഡോക്ടർ അവളെ മാത്രമല്ല ഞങ്ങളെല്ലാവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ഞാൻ മാത്രമാണ്. ഹിസ്റ്റോറിയക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം നമ്മൾ അറ്റാക്ക് ചെയ്തതെന്ന് ചോദിക്കും. ആ സമയം റിപ്പർ കെനി ആണെങ്കിൽ അവിടേക്ക് വരും. റിപ്പർ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? ആ സർവേ കോപ്സ് അവർ സത്യം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. രാജാവും നോബിൾസും എല്ലാം വ്യാജമാണെന്ന് ജനങ്ങളും സോൾജിയേഴ്സും മനസ്സിലാക്കി. ഇപ്പോ അവരുടെ കയ്യിലാണ് ഭരണം. ഈ സ്ഥലം എത്രയും വേഗം അവർ കണ്ടെത്തി ഇവിടേക്ക് വരാതിരിക്കില്ല. ഇവിടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് ചെയ്തു തീർത്തേ പറ്റൂ. അതല്ല എങ്കിൽ അവർ ഇവിടേക്ക് എത്തുന്നു പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവാണ്. അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ഇപ്പൊ റിവീൽ ചെയ്യപ്പെടുക. ഫീമെയിൽ ടൈറ്റൻസിന് തന്റെ ശബ്ദം ഉപയോഗിച്ച് മറ്റു ടൈറ്റൻസിനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതുപോലെ തന്നെയാണ് ഈ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ടൈറ്റൻസിനും മറ്റുള്ള ടൈറ്റൻസിനെ കൺട്രോൾ ചെയ്യാനും അവരുടെ മെമ്മറീസ് അത് ഇറേസ് ചെയ്യാനും കഴിവുണ്ടായിരുന്നു. ഇതാ പിടിച്ചുകൊണ്ടുപോയ നോബിൾസിൽ ഒരാളായ അരേലിനെ ആയിരിക്കും കാണിക്കുക. അവനൊരു സോൾജിയർ ആണെങ്കിൽ നഗ്നനായിട്ട്
പണിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ സോൾജിയറിനോട് പറയും, നീ ചെയ്തതിനെല്ലാം നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ പവർ ഉപയോഗിച്ച് നിന്റെ ഓർമ്മ പോലും ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. അതിനാൽ സോൾജിയർ ആണെങ്കിൽ അവനെ നോക്കി പരിഹസിച്ചിരിക്കും. നീ ഒരുപാട് നേരമായി ഇതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ കമാൻഡർ പിക്സസ് ആണെങ്കിൽ എർവിൻ സ്മിത്തിനോട് പറയും, ഇത് കോംപ്ലിക്കേഷനിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ അവർക്ക് ജനങ്ങളുടെ മെമ്മറീസ് മായ്ച്ചു കളയാനുള്ള കഴിവുണ്ടാവും. നോബിൾസിനും അതുപോലെ തന്നെ ബ്ലഡ് ലൈൻ വംശത്തിലുള്ളവർക്കും ഇതൊന്നും തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പോഴും നമ്മുടെ കയ്യിലേക്ക് തിരികെ വന്നിട്ടില്ല. എയറിന്റെ ആ ഒരു പവർ അത് റെയ്സ് ഫാമിലിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവും. അതുകൊണ്ടാണ് അവരിപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ട് വിളിച്ചു പറയുന്നത്, ധൈര്യത്തോടു കൂടെ നിൽക്കുന്നത്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യം ചെയ്തതിലും പ്രവർത്തിച്ചതിലും യാതൊരു യൂസും ഇല്ലാതായി പോവും. എല്ലാം നമുക്ക് നഷ്ടപ്പെടും. സക്ലി എന്തിനാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അവരുടെ പവർ വെച്ച് മറ്റുള്ളവരുടെ മെമ്മറി അത് ഇറേസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പായാലും അവർ പകരം ചോദിക്കുമെന്ന് പറയും. അടുത്ത നിമിഷം അവിടേക്ക് സർവേ കോപ്സിന്റെ സോൾജിയേഴ്സ് എല്ലാവരും കടന്നു വരികയാണ്. എല്ലാം സെറ്റായി കഴിഞ്ഞു, എത്രയും വേഗം നമുക്ക് പോകണമെന്ന് പറയും. അത് കേട്ട് ഇപ്പോൾ എർവിൻ സ്മിത്ത് ആണെങ്കിൽ വിളിച്ചു പറയും, ഹീറോ പയ്യനെയും അതുപോലെ തന്നെ ഹിസ്റ്റോറിയെയും അവർ രണ്ടുപേരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. റൈസ് ഫാമിലിയിലെ ആ ഒരു ചാപ്പല്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് അവിടേക്ക് പോകണം. കട്ട് ചെയ്താ ഇവിടെ ക്യാപ്റ്റൻ ലീവായി കാണിക്കും. ആളാണെങ്കിൽ അവരോട് പറയും, ആ റിപ്പർ അവൻ ശരിക്കും ഒരു തലവേദനയാണ്, അവന്റെ അടുത്തേക്ക് പോയ വലിയ അപകടം ഉണ്ടാവും. അത് കേട്ട് കോണി പറയും, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഹിസ്റ്റോറിയെയും ഹീറോ പയ്യനെ തിരികെ പിടിക്കും? ആർമിനാണെങ്കിൽ എന്തോ ഒരു ബുദ്ധി വെളിച്ചം തോന്നി. ഇപ്പൊ അവരോട് ചോദിക്കും, അവൻ അത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും നമ്മുടെ മുൻപിൽ അവന് പിടിച്ചൊക്കെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ബുദ്ധി ഉപയോഗിച്ച് അവനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേട്ട് ജിന്നാണെങ്കിൽ വണ്ടടിക്കും. ഇവിടെ കണ്ണാടി പെണ്ണാണെങ്കിൽ ലീവായോട് ചോദിക്കും, ഒരുപാട് കാലം നീ ആ റിപ്പറിന്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ, നിനക്ക് അവനെ കുറിച്ചൊന്നും അറിയില്ലേ? അതിന് ലീവായി പറയും, ഇല്ല, ഈ അടുത്താണ് അവന്റെ ഫുൾ നെയിം പോലും ഞാൻ അറിഞ്ഞത്. ഹിസ്റ്റോറിയ ഫാമിലിക്ക് അവനുമായിട്ട് ബന്ധമില്ലേ? അത് കേട്ട് ഹിസ്റ്റോറിയ ഞെട്ടും, എനിക്കതിനെ കുറിച്ച് അറിയില്ല. ആക്ച്വലി എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു അവരുടെ ഫാമിലി ആരൊക്കെയോ വേട്ടയാടുന്നുണ്ടെന്ന്. മാത്രമല്ല എൻ്റെ അമ്മ നോർത്തിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു. അക്രമാൻ ഫാമിലി എന്തിനാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. മാത്രമല്ല എൻ്റെ അമ്മയെപ്പോലെ തന്നെ അച്ഛനും ഒരു സ്പെഷ്യലായിട്ടുള്ള ആളാണെന്ന് എനിക്ക് വളരെ ലേറ്ററായിട്ടാണ് മനസ്സിലായത്. ഈ കാര്യങ്ങളൊക്കെ കേട്ട ലീവായി ആണെങ്കിൽ ചോദിക്കും, നിന്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ പവർ എപ്പോഴെങ്കിലും അവേക്കൻ ആവുന്നതായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതിനവള് പറയും, അതെ, എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീവായി ആണെങ്കിൽ അത് കേട്ട് പറയും, അതെ, എനിക്കും അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാനും അക്രമാൻ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. കട്ട് ചെയ്താ കെനി അക്രമാന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ഒരപ്പാപ്പനെ കൊല്ലൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഭയപ്പെടുത്തുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ഇപ്പോ കെനിയോട് ചോദിക്കും, നീ വീണ്ടും മിലിറ്ററി പോലീസിനെ കൊല്ലാനായിട്ട് ഒരുങ്ങുകയാണോ? അതിനവൻ പറയും, അതെ, ഇവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സ് എല്ലാം എന്നേ ചെടിക്ക് വളമായി മാറി. ക്രഡ്ജ് ഫാമിലി സിഗാഷ്നയിലേക്ക് താമസം മാറി. അവിടെ ആയിരുന്നിട്ട് കൂടെ അവർക്ക് യാതൊരു സമാധാനവും ഇല്ല. അക്രമാൻ ഫാമിലി രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ആയിരുന്നു. എന്നിട്ട് നമുക്കും ഇതേ ഗതി തന്നെയാണ്, പട്ടിണിയും പരിവട്ടവും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ഒക്കെ ചേർന്ന് എന്താണ് രാജാവിനോട് ചെയ്തത്? അതിന് അപ്പാവൻ പറയും, ഞങ്ങൾ ആരും രാജാക്കന്മാരോടൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് അക്രമാൻ ഫാമിലിയോട് ഭയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ കാലത്ത് അക്രമാൻ ഫാമിലി രാജാക്കന്മാരെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അതുമല്ല, നമ്മൾ രാജകുടുംബത്തിന്റെ വലങ്കൈ ആയിരുന്നു. രാജാക്കന്മാരുടെ ഏറ്റവും വലിയൊരു പവർ ശക്തി എന്ന് പറയുന്നത് ടൈറ്റൻസിന്റെ ആ ഒരു ഫോം പവറാണ്. അതാണ് ജനങ്ങളുടെ കഴിഞ്ഞകാല മെമ്മറീസിനെ എല്ലാം തന്നെ റേസ് ചെയ്യുന്നത്. ചില ആളുകളിൽ മാത്രം ആ ഒരു ശക്തി ഫലിക്കില്ല. അതിൽ ഒരു ഫാമിലി ഈസ്റ്റ് ഭാഗത്തുള്ളവരും പിന്നെ അക്രമാൻ കുടുംബവും. അത് കേട്ട് ഡോക്ടറാണെങ്കിൽ ഇപ്പൊ അദ്ദേഹത്തോട് പറയും, ഓ, അതുകൊണ്ടാണല്ലേ അവർ നമ്മളെ ശത്രുക്കളായിട്ട് ഇപ്പൊ കരുതുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഒരു വേശ്യാലയത്തിൽ വെച്ച് ഗോഹലിനെ ഞാൻ കണ്ടിരുന്നു. അവിടെ വെച്ച് ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞിനെ കളയാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അവളത് കേൾക്കാൻ തയ്യാറായില്ല. എന്തിന്? ഒരു സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഇങ്ങനെയൊരു സ്ഥലത്ത് ആ കുഞ്ഞ് ജനിക്കുന്നത് എന്താവശ്യത്തിനാണ്? കട്ട് ചെയ്ത റൈസിലേക്ക് എത്തിയ ലീവായി ആ ടീമിനെ ആയിരിക്കും കാണിക്കുക. അവരാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു വഴി കണ്ടുപിടിക്കും. ഇതിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്റ്റോറിയയും ഹീറോ പയ്യനെ അവരെ കണ്ടെത്താൻ കഴിയും. ഇത് അതിനുള്ളിലുള്ള ഇന്റീരിയൽ സ്ക്വാഡിനെ ആയിരിക്കും കാണിക്കുക. അവർ ലീവായ ടീമിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ പരസ്പരം പറയും, അവരെത്രയും വേഗം ഇവിടേക്ക് എത്തും. കഴിഞ്ഞ തവണ നമുക്ക് അവർ ജസ്റ്റ് മിസ്സിനാണ് നഷ്ടപ്പെട്ടത്. നമ്മുടെ ഒരുപാട് സ്ക്വാഡും നമുക്ക് ഇല്ലാതായി. ബാക്കിയുള്ള ഓഫീസേഴ്സിന്റെ സഹായം ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവാണ്. ഇതിനുള്ളിൽ നമ്മൾ ഒതുങ്ങി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഒതുങ്ങി ജീവിക്കുന്നത് ഒരു ജീവിതമാണോ? ഫ്രണ്ട്സിനെ തോൽപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ടായില്ല. നമ്മൾ മിലിറ്ററി പോലീസിൽ ചേരാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ നമ്മൾ ഇന്റീരിയർ സ്ക്വാഡിലെത്തി. കെനിയുടെ സ്വപ്നങ്ങൾക്ക് മാത്രമേ ഈ ലോകത്തിന് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ കഴിയുമെന്ന് ആ ലേഡി പറയും. കട്ട് ചെയ്ത ആർമിനും മിക്കാസയും അതുപോലെ ലീവായും അവരെല്ലാവരും അകത്തേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ക്യാപ്റ്റൻ ലീവായി ആണെങ്കിൽ അവരോട് നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേന്ന് ചോദിക്കും. അതിനവരാണെങ്കിൽ തയ്യാറാണെന്ന് തോന്നുന്നുവെന്ന് അദ്ദേഹത്തോട് മറുപടി പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.